കേരളത്തിൽ അധികാരമേറ്റ UDF സർക്കാർ അവരുടെ ആദ്യ മാസം പൂർത്തിയാക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്നത്. ആ പ്രോഗ്രാം ഇപ്പോൾ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. സത്യത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി ഇത്തരമൊരു സൗജന്യ യാത്ര നൽകുന്നതിലൂടെ അവർക്ക് അനുകൂലമായ ഒരു നയം സ്വീകരിക്കാനും ഒരു തരത്തിൽ സ്ത്രീപക്ഷ ഭരണകൂടമായി മാറാനും ഈ പുതിയ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും ഈ പ്രിയദർശിനി സൗജന്യ പദ്ധതി കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രിയദർശിനി സൗജന്യ യാത്ര കേവലം ഒരു ക്ഷേമ പദ്ധതിയാണോ അതോ ഇതൊരു ഫ്രീബി മാത്രമാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. പൊതുവെ ഒരു ക്ഷേമ പദ്ധതി എന്നത് ജനങ്ങളുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ മുൻനിർത്തി വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും തൊഴിലിനും ഉതകുന്ന രീതിയിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ജനവിഭാഗത്തെ ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് സൗജന്യ റേഷൻ സംവിധാനമോ സർക്കാർ സ്കൂളുകളിലെ സൗജന്യ വിദ്യാഭ്യാസമോ മെഡിക്കൽ കോളേജുകളിലെ കുറഞ്ഞ നിരക്കിലുള്ള ചികിത്സയൊക്കെ ക്ഷേമ പദ്ധതികളുടെ പരിധിയിൽ വരുന്നവയാണ്. എന്നാൽ ഫ്രീബി എന്നത് വോട്ടർമാരെ താൽക്കാലികമായി പ്രീണിപ്പിക്കാനായി യാതൊരു വിധത്തിലുള്ള ദീർഘകാല ഉൽപാദനക്ഷമതയും ഇല്ലാതെ നൽകുന്ന സൗജന്യങ്ങളാണ്. ഈ നിർവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പ്രിയദർശിനി പദ്ധതി ഒരു ക്ഷേമ പദ്ധതിയായി കാണാൻ കഴിയില്ല. എല്ലാ സ്ത്രീകൾക്കും യാത്ര സൗജന്യമാക്കുന്നതിലൂടെ KSRTCയുടെ സാമ്പത്തിക ബാധ്യത, അതിലൂടെ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കൂടും. എന്നാൽ അതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു ലോങ് ടേം സാമ്പത്തിക ഉന്നമനം ഈ പ്രോഗ്രാമിലൂടെ നടക്കുമോ എന്നതാണ് ചോദ്യം. ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകളെ മൊത്തം ഒരൊറ്റ കാറ്റഗറിയായി തരംതിരിക്കുക എന്നതിനപ്പുറം അതിനെ വൈവിധ്യമാർന്ന സബ് കാറ്റഗറീസിനെ തിരിച്ചറിയാൻ സർക്കാർ ശ്രമിച്ചില്ല എന്നതാണ്. അതായത് സ്ത്രീകൾക്ക് മൊത്തം ഫ്രീ യാത്ര സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നതിന് തക്കതായ ഒരു കാരണം ഉണ്ടാകണം. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ ഇപ്പോഴും വീടിനുള്ളിൽ മാത്രം ഒതുങ്ങി കഴിയുന്നവരാണ്. അവിടെ സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ പോലും സ്ത്രീകളുടെ കയ്യിൽ പണമുണ്ടാകില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ യാത്ര നൽകുന്നതിലൂടെ വീട്ടിലെ പുരുഷന്മാരെ ആശ്രയിക്കാതെ സ്ത്രീകളെ യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെന്ന്. വോട്ടിനായി രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന ജനപ്രിയ വാഗ്ദാനങ്ങളും സൗജന്യങ്ങളും ഒരു സമൂഹത്തെ എങ്ങനെ ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നതിന്റെ ഉദാഹരണമായാണ് ഈ പ്രിയദർശിനി പദ്ധതി എനിക്ക് തോന്നിയത്. സ്ത്രീ ശാക്തീകരണത്തിന്റെയും യാത്രാ സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന ഇത്തരം പ്രോഗ്രാംസ് പ്രത്യക്ഷത്തിൽ ആകർഷകമായി തോന്നാമെങ്കിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും പൊതുഗതാഗത സംവിധാനത്തെയും ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനകം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന KSRTC പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇത്തരം സൗജന്യങ്ങൾ താങ്ങാനാവാത്ത ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ഡൽഹി, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സമാന പദ്ധതികളുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സർക്കാരിൽ നിന്നുള്ള സബ്സിഡികൾ കൃത്യസമയത്ത് ലഭിക്കാത്തത് കോർപ്പറേഷനുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ജീവനക്കാരുടെ ശമ്പള വിതരണത്തെയും പോലും ബാധിക്കുന്നു എന്നാണ്. സൗജന്യങ്ങൾ നൽകാൻ ഖജനാവിൽ നിന്ന് വൻതോതിൽ പണം നീക്കിവെക്കേണ്ടി വരുമ്പോൾ ഇത് പൊതുഗതാഗതത്തിന്റെ ഗുണനിലവാരം തകർക്കുകയും ചെയ്യുന്നു. സാമൂഹികമായ തലത്തിൽ നോക്കുമ്പോൾ എല്ലാ വിഭാഗം സ്ത്രീകളെയും ഒരേ തട്ടിൽ കണ്ട് സമ്പന്നർക്കും ദരിദ്രർക്കും ഒരുപോലെ സൗജന്യം നൽകുന്നത് സാമ്പത്തിക ശാസ്ത്രപരമായി യുക്തിസഹമല്ല. നിർധനരായ സ്ത്രീകൾക്ക് യാത്രാ ആനുകൂല്യം നൽകുന്നത് സാമൂഹിക സുരക്ഷയുടെ ഭാഗമാണെങ്കിൽ ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്ക് കൂടി ഇത് നൽകുന്നത് നികുതി പണത്തിന്റെ ദുരുപയോഗമാണ്. കൂടാതെ യാത്രാ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ബസ്സുകളിൽ ഉണ്ടാകുന്ന അമിതമായ തിരക്ക് കാരണം സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കാൻ സാധാരണക്കാരായ യാത്രക്കാർ നിർബന്ധിതരാകുന്നു. ഇത് പരോക്ഷമായി ജനങ്ങളുടെ യാത്രാ ചെലവ് കൂട്ടാൻ ഉപകരിക്കും. ലോങ് ടേമിൽ ഇത്തരം അശാസ്ത്രീയമായ സൗജന്യങ്ങൾ നൽകുന്നതിന് പകരം സ്ത്രീകൾക്ക് സുരക്ഷിതമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാത്രികാലങ്ങളിൽ പോലും ഭയമില്ലാതെ യാത്ര ചെയ്യാനുള്ള ക്രമസമാധാന സാഹചര്യം ഒരുക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത്. ജനങ്ങളെ താൽക്കാലിക സൗജന്യങ്ങൾ നൽകി സർക്കാരിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാക്കി മാറ്റുന്നതിന് പകരം അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുന്ന വികസന മാതൃകകളാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് ആവശ്യം. ഇതേപോലൊരു മിസ്റ്റേക്കാണ് കഴിഞ്ഞ LDF സർക്കാർ കോവിഡ് സമയത്ത് കുടുംബങ്ങളെ അവരുടെ സമ്പത്തിന്റെ അളവിൽ തരംതിരിക്കാതെ എല്ലാവർക്കും ഒരുപോലെ കിറ്റ് കൊടുക്കുന്നതിലൂടെ ചെയ്തത്. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമുക്ക് പ്രവാസികളായ ഒരുപാട് ഓഡിയൻസ് ഉള്ളതുകൊണ്ട് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം പറയാം. പലപ്പോഴും അവരുടെ പേരൻസ് ഒക്കെ നാട്ടിലായിരിക്കും. അവർക്ക് അസുഖം വന്നാൽ അടുത്തുണ്ടാകാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ ദൂരെയുള്ള പ്രവാസിക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ മാസം ഒരു ചെറിയ പൈസ മുടക്കിയാൽ ഈ കാര്യത്തിനായി നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ചെലവ് മാത്രമല്ലേ കവർ ആകൂ, അവർക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യുമെന്ന്. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് ഇൻഷുറൻസ് എടുത്താൽ ഈ കാര്യങ്ങളിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഹെൽത്ത് മാനേജർ ഉണ്ടാകും. ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ്, ലാബ് ടെസ്റ്റ്, മെഡിസിൻ ഫോളോ അപ്പ് എന്ന് വേണ്ട ഇൻഷുറൻസ് ക്ലെയിം പ്രൊസീജിയറിന് വരെ അവർ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാൻസ് കുറഞ്ഞ ചെലവിൽ എടുക്കാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വിദേശത്തേക്കാൾ 40 മുതൽ 60% കുറഞ്ഞ ചെലവിൽ ഇഷ്ടമുള്ള പ്ലാൻസ് പ്രവാസികൾക്ക് എടുക്കാം. ഇനിയിപ്പോൾ നാട്ടിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് എമർജൻസി പെട്ടെന്ന് ഉണ്ടായാൽ അത് ഏത് പാതിരാത്രി ആയാൽ പോലും അവരുടെ ആപ്പിലെ SOS ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഉടനെ അവർ വേണ്ട ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവർ തന്നെ പേരൻസിനോട് ഹെൽത്ത് കണ്ടീഷൻ സമയാസമയം ചോദിച്ചറിയുകയും അതിന്റെ റിപ്പോർട്ട് റെഗുലറായി നമുക്ക് അയച്ചു തരികയും ചെയ്യും. പിന്നെ നല്ല കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നല്ല ആശുപത്രിയിൽ നല്ല ട്രീറ്റ്മെന്റ് എടുക്കാനും പറ്റും. അപ്പോൾ പ്രവാസികൾ ഇത് നാട്ടിലെ പേരൻസിനും കുടുംബത്തിനും വേണ്ടി നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഈ വിഷയത്തിൽ ഇന്ത്യ ടുഡേ നടത്തിയ ഒരു പഠനം വളരെ പ്രസക്തമാണ്. ഈ പഠനത്തെ ലളിതമായി വിശദീകരിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക സാമ്പത്തിക റിപ്പോർട്ടായ എക്കണോമിക് സർവേ ഇന്ത്യയിലെ സംസ്ഥാന
സർക്കാരുകൾ വോട്ട് ലക്ഷ്യമിട്ട് നൽകുന്ന അശാസ്ത്രീയമായ സൗജന്യ പ്രോഗ്രാംസിനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നതെന്ന് കാണാം. ഇത്തരം പ്രോഗ്രാംസ് ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെയും വികസനത്തെയും ഇത് ദോഷകരമായി ബാധിക്കുന്നു. കണക്കുകൾ പ്രകാരം ജനങ്ങൾക്ക് നിബന്ധനകളില്ലാതെ നേരിട്ട് പണം നൽകുന്ന പദ്ധതികൾക്കായി സംസ്ഥാനം ചെലവഴിക്കുന്ന തുക കഴിഞ്ഞ 3 വർഷത്തിനിടെ 5 മടങ്ങിലധികം വർദ്ധിച്ച് ഏകദേശം 1.5 ലക്ഷം കോടിയിലധികം രൂപയായി ഉയർന്നിട്ടുണ്ട്. തമിഴ്നാട്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങൾ വൻതോതിലാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഫ്രീ ബീസിനായി ഖജനാവിൽ നിന്ന് ഭീമമായ തുക മാറ്റിവെക്കേണ്ടി വരുമ്പോൾ റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള മൂലധന നിക്ഷേപം സർക്കാരുകൾക്ക് വെട്ടിക്കുറക്കേണ്ടി വരുന്നു. ഇത് ഭാവിയിലെ സാമ്പത്തിക വളർച്ചയെ പൂർണ്ണമായും സ്തംഭിപ്പിക്കും. കൂടാതെ യാതൊരു നിബന്ധനയും ഇല്ലാതെ പണം നൽകുന്നത് വഴി ജനങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ജോലി ചെയ്യാനുള്ള താല്പര്യം കുറയുന്നതായും അവരെ ഇത് സർക്കാരിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാക്കി മാറ്റുന്നതായി സർവേ നിരീക്ഷിക്കുന്നു. ഇത്തരം പണം കൊടുക്കലുകൾ ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കാനോ ജനങ്ങളുടെ വിദ്യാഭ്യാസം, പോഷകാഹാരം എന്നിവ മെച്ചപ്പെടുത്താനോ സഹായിക്കുന്നില്ലെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ ബ്രസീൽ, മെക്സിക്കോ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിജയകരമായ മാതൃകകൾ പിന്തുടരണമെന്ന് എക്കണോമിക് സർവേ നിർദ്ദേശിക്കുന്നു. ബ്രസീലിലെ ബോൾസ ഫാമിലിയ പദ്ധതി പ്രകാരം ജനങ്ങൾക്ക് പണം നൽകുന്നത് കൃത്യമായ നിബന്ധനകളോടെയാണ്. കുട്ടികളെ കൃത്യമായി സ്കൂളിൽ അയക്കുക, കൃത്യസമയത്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക തുടങ്ങിയ വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ അവിടെ സാമ്പത്തിക സഹായം ലഭിക്കൂ. അതുപോലെ ഫിലിപ്പീൻസിലെ പോലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് ആളുകളെ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കുന്ന കൃത്യമായ കാലാവധി നിശ്ചയിക്കണം. വെറുതെ പണം നൽകി വോട്ട് നേടുന്നതിന് പകരം ആ പണം ജനങ്ങളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്താനും അവരെ സ്വയം പര്യാപ്തരാക്കാനുള്ള നിക്ഷേപമായി മാറ്റണമെന്നുമാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇത്തരം സർക്കാർ സൗജന്യങ്ങൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. എന്നാൽ നമ്മളിൽ പലരും കാണാതെ പോകുന്ന ഒരു വലിയ പ്രശ്നം ഈ വിഷയത്തിലുള്ളത് അത് നമ്മുടെ നാട്ടിലെ സ്ത്രീ പുരുഷ അസമത്വം വർദ്ധിപ്പിക്കും എന്നതാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീ വിരുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ബെനവലന്റ് സെക്സിസമാണ്. അതായത് സ്ത്രീകൾ ദുർബലരാണ്, അബലകളാണ് എന്ന മുൻവിധി. പെൺബുദ്ധി, പിൻബുദ്ധി തുടങ്ങിയ പഴഞ്ചൊല്ലുകളിലൂടെയൊക്കെ നമ്മൾ സ്ത്രീകളെ ചിത്രീകരിക്കുന്നത് ഇത്തരത്തിലുള്ള അബോധ മനസ്സിൽ നിന്നാണ്. സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷന്റെ സഹായവും പിന്തുണയും ആവശ്യമാണ് എന്ന നിരീക്ഷണം നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരുറച്ചുപോയ ഒന്നാണ്. നിർഭാഗ്യവശാൽ ഈ പ്രിയദർശിനി പദ്ധതി പരോക്ഷമായി ഈ സ്ത്രീ വിരുദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകളുടെ കമന്റ് ബോക്സുകളിലും വീഡിയോസിലും ഇതിന്റെ തെളിവുകൾ ധാരാളമുണ്ട്. കഴിഞ്ഞ ദിവസം സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള KSRTC ബസ് വഴിയിൽ കേടായപ്പോൾ അത് തള്ളാൻ മുൻകൈയെടുത്ത പുരുഷന്മാർ ബസ്സിലുണ്ടായിരുന്ന സ്ത്രീകളെ കളിയാക്കിയത് ഇതിന് വ്യക്തമായ ഉദാഹരണമാണ്. ഞങ്ങൾ പൈസ കൊടുത്ത് യാത്ര ചെയ്യുകയും വേണം, വണ്ടി തള്ളുകയും വേണം, സൗജന്യമായി പോകുന്ന സ്ത്രീകൾ ബസ്സിലിരുന്ന് സുഖിക്കുന്നു എന്ന തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് അവിടെ ഉയർന്നത്. ഇതുപോലൊരു സമാന പ്രശ്നമാണ് ബസ്സുകളിലെ സ്ത്രീ സംവരണ സീറ്റുകളെ ചുറ്റിപ്പറ്റിയും ഉയരുന്നത്. സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ചെയ്യുകയും സൗജന്യ യാത്ര നൽകുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്, ഇനി സീറ്റ് കൂടി വേണോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. സത്യത്തിൽ ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹമുള്ള സ്ത്രീകൾക്ക് പോലും ടിക്കറ്റ് എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇത്തരം പ്രോഗ്രാംസ് അവരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി വളരെ ഉയർന്ന വരുമാനമുള്ള ഒരു സ്ത്രീ ടിക്കറ്റ് എടുക്കാതെ സൗജന്യമായി യാത്ര ചെയ്യുന്ന അതേ ബസ്സിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾ ബാധിച്ച ഒരു പുരുഷന് സൗജന്യ യാത്രയ്ക്ക് അർഹതയില്ലാതെ പണം കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള അസമത്വങ്ങൾ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. ഈ അതൃപ്തി വളരെ എളുപ്പത്തിൽ ഒരു സ്ത്രീവിരുദ്ധ വികാരമായി മാറാനും അത് സമൂഹത്തിൽ വലിയൊരു വിള്ളൽ സൃഷ്ടിക്കാനും കാരണമാകുമെന്നത് ഗൗരവകരമായ ഒരു വസ്തുതയാണ്. കൂടാതെ ഈ പ്രോഗ്രാം നമ്മുടെ പൊതുഗതാഗത മേഖലയിലെ സ്വകാര്യ ബസ് ഉടമകളെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതോടെ ശരാശരി ഒരു ദിവസം 1000 രൂപയോളം പ്രൈവറ്റ് ബസ്സുകൾക്ക് വരുമാന നഷ്ടം സംഭവിക്കുന്നുണ്ടെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ പറയുകയുണ്ടായി. അതായത് സർക്കാർ മേഖലയെ മാത്രമല്ല ഇത് പ്രൈവറ്റ് ബസ്സുകളുടെ ബിസിനസിനെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രതിസന്ധികളെ പരിഹരിക്കാനായി സ്ത്രീകളെ മൊത്തത്തിൽ ഒരൊറ്റ ഗ്രൂപ്പായി കാണുന്നതിന് പകരം ഇന്റർസെക്ഷനാലിറ്റി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി പ്രിയദർശിനി പദ്ധതിയെ എങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കാമായിരുന്നു എന്നത് പ്രധാനമാണ്. ഫെമിനിസത്തിലെ ഇന്റർസെക്ഷനാലിറ്റി എന്നത് സ്ത്രീകൾക്ക് മാത്രം ബാധകമായ ഒന്നല്ല, മറിച്ച് സമൂഹത്തിലെ പ്രതിസന്ധികൾ നേരിടുന്ന മനുഷ്യരെ വിവിധ വിഭാഗങ്ങളായി തിരിക്കുകയും സഹായം ഏറ്റവും ആവശ്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് ഇത്തരം ക്ഷേമ പദ്ധതികൾ ലഭ്യമാക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കും നല്ല പ്രായമായവർക്കും സൗജന്യ യാത്ര നൽകാം. അതേപോലെ സ്ത്രീകളിൽ സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്നവരെയും ജെൻഡർ വ്യത്യാസമില്ലാതെ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവരെയും കൂടി ഈ പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരാം. മാത്രമല്ല അത് KSRTCയിൽ മാത്രമാക്കുന്നതിന് പകരം എല്ലാ ബസ്സുകളിലുമാക്കി സർക്കാർ ബസ് ഉടമകളെ റീഫണ്ട് ചെയ്യുന്നത് പോലുള്ള സിസ്റ്റം ആക്കിയാൽ പ്രൈവറ്റ് ബസ് മേഖലയിലും പ്രശ്നമുണ്ടാകില്ല. ചുരുക്കി പറഞ്ഞാൽ ഫ്രീബി കിട്ടുന്നത് തുടക്കത്തിൽ സുഖമായി തോന്നുമെങ്കിലും ലോങ് ടേമിൽ അത് സാമ്പത്തികമായി എല്ലാവരെയും വലിയ രീതിയിൽ ബാധിക്കും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പൊ എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ വീഡിയോയിൽ പ്രവാസികൾ നാട്ടിലെ കുടുംബത്തിനും എസ്പെഷ്യലി പ്രായമായ പേരന്റ്സിന് വേണ്ടി നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞിരുന്നു. പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമായതുകൊണ്ട് അവരൊന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ഹോസ്പിറ്റൽ ചെലവുകളും അതോടൊപ്പം നിങ്ങളുടെ പേരന്റ്സിന്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രവാസികൾ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.